ഹലോ, നമസ്കാരം. അപ്പോൾ ഞാൻ ചോക്കു. ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ചൈനയിലെ ചെറിയൊരു മാർക്കറ്റാണ് കേട്ടോ. ഞങ്ങൾ ആഴ്ചയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്ന മാർക്കറ്റ്. അത് നിങ്ങളെല്ലാവരെയും ചോക്കുവിനൊപ്പം കാണിക്കാം. പക്ഷേ ചോക്കുവിന് വരാൻ പറ്റില്ല കേട്ടോ. ചോക്കുവിൻ്റെ അമ്മയ്ക്ക് സർജറി കഴിഞ്ഞിരുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ചോക്കുവിനെ കാറിക്കൊണ്ടുപോയി ചോക്കു മടിയിൽ ചാടിക്കയറും. അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതാണ് ചോക്കുവിനെ നമ്മളങ്ങനെ കൊണ്ടുപോകാറില്ല. അപ്പോൾ ചോക്കു ഇല്ലാത്ത ഒരു യാത്ര ചെയ്ത് നിങ്ങളെ ആ മാർക്കറ്റിലെ കാഴ്ചകൾ കാണിക്കാനാണ് ചോക്കു ഞങ്ങളോട് ഇന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോക്കുവിൻ്റെ അനുവാദത്തോടുകൂടെ ആ കാഴ്ചകളെല്ലാം നിങ്ങളെല്ലാവരെയും കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ ഇത് ഒരു ഞായറാഴ്ച ദിവസമാണ്, നല്ല തിരക്കുള്ള റോഡാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അത് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുന്നു. അധികം വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. രാവിലെയൊക്കെയുള്ള സമയമായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മാർക്കറ്റ് ഏരിയയിലെത്തി. മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ സാധാരണ മാർക്കറ്റില്ല, വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. 4 നില ബിൽഡിങ്ങൊക്കെയാണത്. അപ്പോൾ അതിലേക്കുള്ള പാർക്കിങ്ങിലേക്കുള്ള വഴിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അകത്ത് ചെന്നിട്ട് ആ കാഴ്ചകളെല്ലാം നിങ്ങളെ വിശദമായിട്ട് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനകത്ത് ഞങ്ങളതൊക്കെ ഓരോ സ്ഥലങ്ങളായിട്ട് കാട്ടിത്തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ചോക്കുൻ്റെ കാറ് ഞങ്ങൾ പാർക്ക് ചെയ്തു. അതിനുശേഷം ചോക്കുൻ്റെ അച്ഛനും അമ്മയും കൂടെ പതുക്കെ ലിഫ്റ്റൊക്കെ കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറിലെന്ന് വെച്ചാൽ അവിടെയാണ് നമുക്ക് ഇത് ഇവിടെ കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് പേരറിയാത്ത ഇഷ്ടംമാതിരി സാധനങ്ങളൊക്കെ എന്തൊക്കെയെന്ന് നമുക്കും അറിയില്ല കംപ്ലീറ്റ് ഫ്രൂട്ട്സ്, ബോയിൽ ചെയ്ത് എന്തൊക്കെയോ സാധനങ്ങൾ, പിന്നെ കപ്പലണ്ടി, അത് ഇതൊക്കെ സാധനങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ പതുക്കെ മാർക്കറ്റിനുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുന്നത് ഇതൊരു പന്നിയുടെ ഇറച്ചിയുള്ള ഏരിയയാണ്. ഇതാണ് പന്നിത്തല കേട്ടോ. കാര്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. അങ്ങനെ ബാക്കിയെല്ലാം മീറ്റ് ഏരിയയാണ് കേട്ടോ. ഇതാണ് കോഴികൾ, കരിങ്കോഴി, കരിങ്കാലുള്ള കോഴി, നാടൻ കോഴി, എല്ലാവിധ കോഴികളും ഉണ്ട്. ഇതൊക്കെ പന്നി ഏരിയയാണ്. പന്നി ഇവരുടെ വീക്ക്നെസ്സാണ്. പന്നി ഇഷ്ടംമാതിരി ഇവർ കഴിക്കും. എല്ലാ ഫുഡിലും പന്നി ഉണ്ടാവും. ഇത് കണ്ടോ, ബ്ലാക്ക് കോഴി, കറുങ്കോഴി, കരിക്കോഴി കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇത് ബീഫ് ഏരിയ ഞങ്ങളുടെ മുട്ട ചേച്ചെടുക്കുക തന്നു. ഞങ്ങൾ സ്ഥിരം മുട്ട വാങ്ങിക്കുന്ന ഒരു അമ്മായിയുണ്ട്. ആ അമ്മായിയുടെയൊക്കെ വന്ന് മുട്ടയുടെ കാര്യങ്ങൾ പറഞ്ഞു. മുട്ട ഞങ്ങൾക്ക് 3 ക്രേറ്റ്സ് വേണം. അവർ 2 ക്രേറ്റ്സ് വാങ്ങിക്കുന്നതുകൊണ്ട് 2 ചോദിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം 3 ക്രേറ്റ്സ് വേണമെന്ന് പറഞ്ഞു. ആഴ്ചയുള്ള സാധനങ്ങളാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് കേട്ടോ. 3 ക്രേറ്റ്സ് ആകുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടരുത്. 1 ക്രേറ്റ്സ് ചോക്കുന്, 1 ക്രേറ്റ്സ് ചോക്കുൻ്റെ അമ്മയ്ക്ക്, 1 ക്രേറ്റ്സ് എനിക്ക്. ഞങ്ങൾ അങ്ങനെയാണ് ഭാഗം വച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഫ്രഷ് മീനുകളാണ് കേട്ടോ. പലതരം മീനുകളുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള മീൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് എടുത്ത് വെട്ടി ക്ലീനാക്കി നമുക്ക് തരും. നമുക്ക് വീട്ടിൽ കൊണ്ട് കുക്ക് ചെയ്താൽ മതി. ചെമ്മീൻ, ഒത്തിരി മീനുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അത്ര കാര്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നോക്ക്, ഇതൊക്കെ ഫ്രോസൺ മീനുകളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, വാളയെന്നോ എന്തോ. ഇത് നമ്മുടെ അയലയൊക്കെ ഇരിക്കുന്നു. പിന്നെ കിളിമീൻ, ഇതൊക്കെ പേരെനിക്കറിയാവുള്ളൂ. സ്ക്വിഡ്, ചെമ്മീൻ, കക്ക, പിന്നെ കല്ലുമ്മേക്ക, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നാൽ പിന്നെ ഫ്രഷ് മീൻ. ഇത് ചെമ്മീനൊക്കെ ഫ്രഷാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് നമുക്ക് തരും. പിന്നെ നമ്മൾ ചെമ്മീനൊന്നും ക്ലീൻ ചെയ്ത് തരില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മൾ സ്ഥിരം മീൻ വാങ്ങിക്കുന്ന ചേച്ചിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം മീൻ. നമുക്ക് ഓരോരുത്തർ സ്ഥിരം ആൾക്കാരുണ്ട് കേട്ടോ. നല്ല അയില ഫ്രഷ് ഇരിപ്പുണ്ട്. പക്ഷേ നമുക്കിന്നൊരു മീൻ വാങ്ങാനുള്ളൊരു പ്ലാൻ ഇല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് നമ്മളതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ നെയ്മീൻ നോക്കി വന്നതാണ്, പക്ഷേ നെയ്മീൻ കണ്ടില്ല. അത് കാരണം നമ്മളത് വിട്ടു. അപ്പോൾ ഇത് ഫ്രഷ് മീനുകൾ നോക്കിക്കേ. വരാൽ പോലത്തെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് പാമ്പാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, പക്ഷേ പാമ്പല്ല കേട്ടോ. ഇത് വേറെന്തോ മീനാണ് കേട്ടോ. ഇതൊക്കെ മീനുകൾ തന്നെയാണ്, പാമ്പല്ല കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ വരാലെന്നൊക്കെ പറയില്ല, അത് തന്നെയാണ്. തൊലിക്ക് വരാൽ സെയിം വരാലാണത്, പക്ഷേ അതിൻ്റെ തൊലി വ്യത്യാസമുണ്ട് കേട്ടോ. ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെട്ടിയെല്ലാം ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ഇതാണ് നമ്മുടെ ആമച്ചേട്ടനൊക്കെ ഇവർ തിന്നുന്നതാണ്. വലിയ ആമയൊക്കെ പിടിച്ചു ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണ്. തവള, ആമ, എല്ലാ സാധനവും തിന്നും. അപ്പോൾ എല്ലാവരും പരസ്യമായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന പല സാധനങ്ങളും കുറവാണ്. ഇത് തവളയൊക്കെ തവളയുണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മീനിൻ്റെ ഏരിയകളൊക്കെ നമ്മൾ നടന്നു പോവാണ്. മീൻ, കക്കകൾ, അങ്ങനെ ഒത്തിരി ഇഷ്ടംമാതിരി ഷോപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളിടത്തും നമുക്ക് വിലപേശി വാങ്ങാം. ഇതിലൊന്നും വിലപേശിട്ടില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ. ഇത് ഈച്ച ഓടിക്കുന്ന സാധനമാണ് കേട്ടോ. അതിൻ്റെ ചുറ്റുപുറത്ത് ഈച്ച വരാതിരിക്കാനായിട്ട് ഉള്ള ടെക്നിക്കാണത്. നല്ല രസമില്ല ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ കേട്ടോ. ഡ്രൈഡ് ഐറ്റംസും. ഇത് പന്നി നല്ല അടിച്ച് വെട്ടുവാണ് അവർ. ഇത് എടുത്തിട്ട് അത് ഹാമർ കൊണ്ട് അടിച്ച് പരത്തി കൊടുക്കും. ഇവർ എന്തൊക്കെയോ അത് വെച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മീറ്റ് വാങ്ങിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈസ് ചെയ്തിട്ട് ഹാമർ വെച്ചിട്ട് അടിച്ച് പദം വരക്കി തരും. അപ്പോൾ നമ്മൾ ഈ ഏരിയ കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത ഫ്ലോറിലേക്ക് പോകണം. അടുത്ത ഫ്ലോറിലാണ് നമ്മുടെ വെജിറ്റബിൾ ഏരിയ. അപ്പോൾ അത് എസ്കലേറ്റർ പോലെ സാധനമുണ്ട്. അത് കയറി നിന്നാൽ മതി, നമ്മൾ മുകളിലെത്തും.
അങ്ങനെ നമ്മൾ വെജിറ്റബിൾ ഏരിയയിലേക്ക് എത്തി. ഇതാണ് വെജിറ്റബിൾ ഏരിയ. അവിടെ ചെറിയ ഒരു സൈഡിൽ ഒരു മീറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം പച്ചക്കറി വാങ്ങിക്കുന്ന അമ്മായി. ഇവിടെ എല്ലാ പച്ചക്കറിയും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, തക്കാളി, അതിൻ്റെയൊക്കെ പേരൊക്കെ എന്തോ എൻ്റെ ദൈവമേ, കുക്കുംബർ, കൂണ്, എന്താ പറയുന്നത്, ഇത് ബീൻസ്, പയർ, എല്ലാം, വെണ്ടയ്ക്ക കണ്ടില്ലേ, കൂണുകൾ, വീണ്ടും എന്താ പറയുന്നത്, പയർ, വഴുതനങ്ങ, നല്ല തക്കാളി, ഫ്രഷ് തക്കാളി, പച്ചമുളകെല്ലാം മഞ്ഞ കളറാണ്, ചുമന്നതിന് നല്ല എരിവ് കേട്ടോ. നമ്മളിതാ വാങ്ങുന്നത്. ഇളവങ്കായ, മത്തങ്ങായ, ക്യാബേജ്, ക്യാപ്സിക്കം, ചീരകൾ, പിന്നെ നമുക്ക് എല്ലാവിധ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനവും ഉണ്ട്. വെള്ളരിക്ക മാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേനയും കണ്ടിട്ടില്ല. ചേന ഓൺലൈനിൽ കിട്ടാറുണ്ട്, പക്ഷേ ഭയങ്കര ചൊറിച്ചിലാണ്. ക്യാരറ്റിനെ കണ്ടില്ലേ. അപ്പം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അതേ പാവയ്ക്ക ചേട്ടനെ വാങ്ങിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ മെയിൻ ഫുഡാണ് കേട്ടോ, പാവയ്ക്കൊക്കെ. അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മുടെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ചോക്കുൻ്റെ അമ്മ അവിടെ അങ്ങനെ വാങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന്, ഇത് കൂടാതെ ഈ മാർക്കറ്റിൽ ഫ്രഷ് ആയിട്ടുള്ള, അതായത് ഫാമിൽ നിന്ന് ഡയറക്റ്റ് പറിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. വെജിറ്റബിൾസും പിന്നെ പച്ചക്കറികളും ഒക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കരമായിട്ട് ഫ്രഷായിട്ട് അപ്പം പറിച്ചിട്ട് വരുന്നതാണ്. അതുകൊണ്ട് അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരം വാങ്ങുന്ന കടയിൽ നിന്നാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതാ കംഫർട്ടബിൾ. അപ്പോൾ അവർ നമുക്ക് മല്ലിയില, ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കണക്കിനനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് ഒരാഴ്ച